ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടൊരു മുട്ടക്കറിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു സവിശേഷത. അതുപോലെ തന്നെ ഈ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിക്കുമ്പോൾ ഒരു മധുരമുള്ളൊരു മുട്ടക്കറി, ചെറിയൊരു മധുരമുള്ളൊരു മുട്ടക്കറി നമുക്ക് കിട്ടാറില്ലേ? ആ മുട്ടക്കറിയോടൊക്കെ സാമ്യമുള്ള ഒരു മുട്ടക്കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് കുക്കറിൽ ഒത്തിരി സമയമൊന്നും എടുക്കാതെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ കുറച്ച് മസാലാസ് മാത്രം മതി മുട്ടക്കറി ഉണ്ടാക്കാനും. അപ്പോൾ നമുക്ക് നോക്കിച്ച് വരാം ഒരു അടിപൊളി മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഈ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 9 മുട്ട ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് കൂടുതൽ മുട്ട വേണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 9 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 സവോളയാണ്, ചെറിയ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതൊരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞുറുക്കി അതും മാറ്റി വെച്ചു. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, അതും നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു. പിന്നെ 3 പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കറൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. കുക്കറൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ടൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വളരെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ മസാലയൊക്കെ നല്ലപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. ലൈറ്റായിട്ട് നമുക്ക് ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് നല്ലപോലെ മാറിക്കിട്ടണം. അതിലോട്ട് ഞാനിപ്പോൾ നേരത്തെ പുഴുങ്ങിയെടുത്തിരിക്കുന്ന 9 മുട്ടയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് മുട്ടയൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വന്ന മസാല പൗഡേഴ്സൊക്കെ നല്ല പോലെ മുട്ടയിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടൊരു 5 to 6 മിനിറ്റ്സ് ഒരു 7 മിനിറ്റ്സ് വരെ നമുക്ക് നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് ഈ മസാലയിൽ കിടന്നത് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും, മുട്ടയിൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് മുട്ടയൊക്കെ ആയി വരും. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മുട്ട എത്രയും കോരി മാറ്റാം. എണ്ണ നല്ല പോലെ ഡ്രെയിൻ ചെയ്ത് വേണം മുട്ട കോരി മാറ്റാൻ. ഈ സെയിം ഓയിലിലോട്ട് തന്നെ നമുക്കൊരു 3 ഏലക്കയും ഒരു 5 ഗ്രാമ്പൂ പീസസും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു മണമൊക്കെ വന്നതിന് ശേഷം വളരെ സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് അതിലോട്ട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം, സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പിന്നെ നമുക്ക് പച്ചമുളകും 2ആയിട്ട് കട്ട് ചെയ്ത് അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമ്മൾ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ മസാലാസൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വയറ്റി ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ആ മസാലയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് പഞ്ചസാര ആഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 തക്കാളിയാണ്. 3 തക്കാളിയും സ്ലൈസ് ചെയ്തിട്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 3 എണ്ണം ചേർത്തിരിക്കുന്നത്. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എഗ് മസാലയാണ്. എഗ് മസാല ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എഗ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എഗ് മസാല പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരു മുട്ടക്കറി ആയതുകൊണ്ടാണ് ഞാൻ എഗ് മസാല ചേർത്ത് ഉണ്ടാക്കുന്നത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ ഒന്ന് അടച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ഒരു സ്റ്റീമൊക്കെ വന്നതിന് ശേഷമേ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സ്റ്റീമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഒരു 2 വിസിൽ കേൾക്കുന്നത് വരേക്കും നമുക്കിത് വേവിച്ച് കൊടുക്കണം കേട്ടോ. ഉള്ളി നല്ല പോലെ 2 വിസിൽ കേട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കംപ്ലീറ്റ് സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റീമും പോയി കഴിഞ്ഞു. 2 വിസിലൊക്കെ കേട്ടിട്ട് നല്ല പോലെ ഉള്ളിയും മസാലയൊക്കെ കുക്കായി നല്ല സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഒരു മണമൊക്കെ ആയിട്ട് നല്ല പോലെ മസാലയൊക്കെ റെഡിയായി വന്നു. ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നല്ലപോലെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നേരത്തെ തന്നെ പുഴുങ്ങിയിട്ട് നമ്മൾ നല്ലപോലെ മസാലയിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയം നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോക്കിയിരുന്നു, അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എരിവും ഉപ്പും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എരിവ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒന്നുകൂടെ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടയുടെ നല്ല ഫ്ലേവറൊക്കെ ആ കറിയിലോട്ട് ഇറങ്ങി വരും. ഇപ്പം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. സ്റ്റീം എല്ലാം പോയതിന് ശേഷം ഞാൻ കുക്കറിന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫ്ലേവർഫുള്ളായിട്ടൊരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഒരു ബിസി ഡേ ഞാൻ ഉണ്ടാക്കിയൊരു മുട്ടക്കറിയാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു. ബൈ.